എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് 2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്കുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അതായത് മെയ് 29-ാം തീയതി അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ഫീസിൻ്റെ കൂടെ 600 രൂപ എക്സ്ട്രാ കൂടി അടച്ചുകൊണ്ടാണ് ഈ ഒരു അപേക്ഷകൾ നാളെ, അതായത് മെയ് 29-ാം തീയതി നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ മെയ് 27-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് പേ ഒന്നും കൂടാതെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പോകുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ, അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ഫീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് 2 റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്നിവയാണ് വിദ്യാർത്ഥികൾ അപേക്ഷയോടൊപ്പം കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലെ പ്ലസ് 2 റിസൾട്ട്, അത് സെക്കൻഡ് ഇയർ റിസൾട്ടിൻ്റെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ആ ഒരു പേജിൽ കാണുന്ന ക്യാപ്ച കൂടി നൽകി നിങ്ങൾക്ക് ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലസ് 2-ൻ്റെ ആ ഒരു കമ്പാർട്ട്മെൻറ്റൽ റിസൾട്ടിൻ്റെ ആ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റൽ പരീക്ഷ മാത്രം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ എടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് പ്ലസ് 2-ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജൂൺ 23-ാം തീയതി മുതൽ, അതായത് ജൂൺ 23-ാം തീയതി മുതൽ ജൂൺ 27-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്ലസ് 2-ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത്. സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ സെയിം സെൻറ്റേഴ്സിൽ സെയിം ടൈം ടേബിൾ വെച്ചിട്ടാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ എല്ലാവിധ സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയങ്ങളിലേക്ക് വരാം. സേ പരീക്ഷ ഏത് സ്കൂളിലാണ് ഉണ്ടാവുക? അതുപോലെ തന്നെ സേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ സേ എന്നുണ്ടാവുമോ? അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എങ്ങനെയാണ് ഉണ്ടാവുക? അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഇംപ്രൂവ്മെൻറ്റ് എന്ന് രേഖപ്പെടുത്തുമോ? അതുപോലെ സേ പരീക്ഷ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് എങ്ങനെയായിരിക്കും? സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ എക്സാം സെൻറ്റർ എവിടെയായിരിക്കും? അതുപോലെ പ്രാക്ടിക്കൽ സേ പരീക്ഷ എവിടെയായിരിക്കും? എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിച്ച എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ സേ പരീക്ഷ ജൂൺ 4, 5 തീയതികളായിട്ട് വിവിധ സെൻറ്റേഴ്സിൽ നടക്കും. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ, അതായത് ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു സെൻറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഓരോ ജില്ലയിലും ഓരോ സെൻറ്റർ, അതായത് കേരളത്തിൽ ടോട്ടലായിട്ട് 14 സെൻറ്റേഴ്സ് കേരളത്തിൽ മാത്രം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾ ആരൊക്കെയാണോ ഈ ഒരു ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ എഴുതാത്തത്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാത്രം പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയാൽ മതി. അപ്പോൾ പ്രാക്ടിക്കലിന് മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഓൾറെഡി പ്രാക്ടിക്കലിൻ്റെ തിയറിക്ക് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ പ്രാക്ടിക്കൽ സബ്ജക്റ്റിൻ്റെ ആ ഒരു തിയറി പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ ഈ ഒരു പ്രാക്ടിക്കലിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ നിർബന്ധമല്ല. അപ്പോൾ ജൂൺ 4, 5 തീയതികളായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ അല്ലാതെ ഈ തിയറി പേപ്പറിൻ്റെ പരീക്ഷ നടക്കുന്നത് ജൂൺ 23 മുതൽ 27-ാം തീയതി വരെയാണ് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷ ഏത് സ്കൂളിലാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ പരീക്ഷാ സെൻറ്റർ എവിടെയായിരിക്കും, അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പോൾ പരീക്ഷാ സെൻറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള 1, 2 അതായത് 2, 3 സ്കൂളുകളെ ഒരു ക്ലബ്ബ് ആക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും ആ ഒരു 4 സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന പ്ലസ് 2 അല്ലെങ്കിൽ പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂളിൽ തന്നെ ആയിരിക്കണം എന്നല്ല പരീക്ഷ ഉണ്ടായിരിക്കുക. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പോൾ റിസൾട്ട് വരുന്നത് ജൂലൈ പകുതിയോടെ മാത്രമാണ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ സേ എന്നോ ഇംപ്രൂവ്മെൻറ്റോ എന്നോ ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ സേ പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ആ ഒരു നമ്പർ കൂടുന്നതായിരിക്കും. സാധാരണ ഒരു വിദ്യാർത്ഥി പ്ലസ് വൺ അല്ല, ഈ ഒരു പ്ലസ് 2-ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുകയാണെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളത് 1 എന്നാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങൾ സേ പരീക്ഷ ആണ് എഴുതുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് സേ പരീക്ഷ എഴുതുന്നതെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് 2 എന്നും, നിങ്ങൾ മുമ്പൊക്കെ സേ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് ഇതിലും കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സേ പരീക്ഷയുടെ റിസൾട്ട് വന്ന് ഏകദേശം ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് നിങ്ങളുടെ പ്ലസ് 2-ൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക. പ്ലസ് 2-ൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻഡ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. കമ്പൈൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാവിധ പരീക്ഷയുടെയും ജയിച്ച മാർക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയൊരു പ്ലസ് 2 സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭ്യമാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരിക്കും അല്ലെങ്കിൽ പ്ലസ് 2 പരീക്ഷയുടെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല. അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് ഏകദേശം 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാകും. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു പബ്ലിക് എക്സാമിനേഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് 2-ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുന്നതിലേക്കായിട്ട് എടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല സേ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ സേ പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ യൂണിഫോം ഇടണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിർബന്ധമൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിഫോം ഇടാം, അല്ലെങ്കിൽ
സാധാ കളർ ഡ്രസ്സ് ഇട്ടാൽ മതി. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള ഹാൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ തിരിച്ചറിയാനായിട്ട് നിങ്ങളുടെ ഒരു തിരിച്ചറിയൽ രേഖ, അതായത് നിങ്ങൾക്കൊന്നിൽ ഏതെങ്കിലും ഒരു ID കാർഡ്, നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു ID കാർഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റിനോടൊപ്പം തന്നെ പെന്ന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതാനായിട്ട് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബോർഡ്, അതായത് എക്സാം ബോർഡ് എടുക്കാനായിട്ട് സാധിക്കുന്നതല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സേ പരീക്ഷയിൽ നന്നായിട്ട് പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് മാർക്കാണ് പരിഗണിക്കുക എന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ, അത് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും മികച്ച മാർക്ക് ഏതാണോ ആ ഒരു മാർക്കാണ് എടുക്കുക. ഉദാഹരണത്തിന് കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 30 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയ സമയത്ത് ഏതെങ്കിലും ഒരു വിഷയമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് ഒരു 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. കെമിസ്ട്രി പരീക്ഷയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുന്നത് ഈ ഒരു 30 മാർക്കായിരിക്കും. അതായത് കൂടിയ മാർക്ക് ഏതാണോ ആ ഒരു മാർക്കാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതുന്നതിനായിട്ട് സെപ്പറേറ്റ് ഹാൾ ടിക്കറ്റാണോ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേഷൻ്റെ ഹാൾ ടിക്കറ്റാണോ വിദ്യാർത്ഥികൾ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് സേ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിന് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ജൂൺ 2025 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ ഹാൾ ടിക്കറ്റ് കിട്ടുന്നതാണ്. പ്രാക്ടിക്കൽ പരീക്ഷയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു പുതുതായിട്ടുള്ള ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഏകദേശം മെയ് മാസം ലാസ്റ്റോടെ തന്നെ ലഭ്യമാകും. മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ആ ഒരു സമയത്ത് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പുതിയ ഹാൾ ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ഒന്നും ആയിരിക്കില്ല. പുതിയ ആ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബാക്കി ഉണ്ടാകുന്ന 2 സെറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെറ്റായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിരിക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ്, സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്കും ഒരുമിച്ചാണോ പരീക്ഷ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്കും സെയിം സെൻറ്റേഴ്സ് തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച മാർക്കാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യ വർഷം, അതായത് ആദ്യമായിട്ട് നിങ്ങൾ സേ പരീക്ഷ എഴുതുന്നതാണ് എങ്കിൽ വിദ്യാർത്ഥികളുടെ ആ ഒരു മികച്ച മാർക്കായിരിക്കും എടുക്കുക. അതേസമയം നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് പരീക്ഷ എന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ സേ പരീക്ഷയുടെ മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് അതായത് പരിഗണിക്കുക, അതായത് +2ൻ്റെ മാർക്കായിട്ട് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ജൂൺ 23-ാം തീയതി മുതലാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ നോക്കാം. ജൂൺ 23-ാം തീയതി തിങ്കളാഴ്ച പാർട്ട് 2 ആയിട്ടുള്ള ലാംഗ്വേജസ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അതുപോലെ തന്നെ 23-ാം തീയതി തിങ്കളാഴ്ച തന്നെ ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ തന്നെ 24-ാം തീയതി, അതായത് ജൂൺ 24-ാം തീയതി ചൊവ്വാഴ്ച പാർട്ട് 1 ഇംഗ്ലീഷാണ് രാവിലത്തെ പരീക്ഷ. അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം ജിയോഗ്രഫി, അതുപോലെ തന്നെ മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അതുപോലെ തന്നെ അക്കൗണ്ടൻസി എന്നിവയാണ്. 25-ാം തീയതി ബുധനാഴ്ച മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, സാൻസ്ക്രിറ്റ്, ശാസ്ത്ര, സൈക്കോളജി എന്നിവയാണ്. 25-ാം തീയതി ബുധനാഴ്ച തന്നെ ഉച്ചയ്ക്ക് ശേഷം ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയും സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയുമാണ്. അതുപോലെ തന്നെ 26-ാം തീയതി വ്യാഴാഴ്ച രാവിലെ ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയും. 26-ാം തീയതി വ്യാഴാഴ്ച തന്നെ ഉച്ചയ്ക്ക് ശേഷം എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ്. അതുപോലെ തന്നെ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത്, സാഹിത്യ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക. കാരണം വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ വീണ്ടും അടുത്ത വർഷം വീണ്ടും പരീക്ഷ എഴുതണം. അതുപോലെ രജിസ്ട്രേഷൻ എങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും, അതായത് അടുത്ത വർഷത്തിൻ്റെ അപ്പുറത്തെ വർഷത്തിനായിട്ട് വെയിറ്റ് ചെയ്യണം. അത് രജിസ്ട്രേഷൻ വരുന്നതായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിച്ച് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് നിങ്ങളോട് ആ ഒരു രജിസ്ട്രേഷൻ്റെ കാര്യം എന്ന് പറയാൻ കാരണം, 2025 ചിലപ്പോൾ ഓഗസ്റ്റ് മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും രജിസ്ട്രേഷൻ വരാം. ചില വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യാനൊക്കെ വിട്ടുപോകും, അല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ ഡേറ്റ് മറന്നു പോകും, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഒരു രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 ദിവസത്തോളമാണ് ഈ രജിസ്ട്രേഷനായിട്ടുള്ള അവസരമൊക്കെ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡൗട്ടും കാര്യങ്ങളും കൊണ്ടും, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് അതിന് എങ്ങനെ ഈ ഒരു അപേക്ഷ ആരംഭിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തത് കാരണമൊക്കെ അപേക്ഷിക്കാനായിട്ട് അവസരം കിട്ടാതെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികൾ ഈ ഒരു 2025 ആ ഒരു രജിസ്ട്രേഷൻ വരുമ്പോൾ അതിൻ്റെ പരീക്ഷ വരുന്നത് 2026-ലാണ്. അപ്പോൾ ഈ ഒരു
2026 പരീക്ഷ നിങ്ങൾ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് പല വിദ്യാർത്ഥികളും 2026 സേ പരീക്ഷ +2 സേ പരീക്ഷ എഴുതാമെന്ന് വിചാരിക്കും. എന്നാൽ അതിൻ്റെ യോഗ്യത എന്ന് പറയുമ്പോൾ 2026 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ ആ രജിസ്ട്രേഷൻ ചെയ്യാത്തതുകൊണ്ട് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നീട് 2027 അതായത് 2026 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ നടക്കും. പിന്നീട് 2027 അതിൻ്റെ പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം വർഷങ്ങൾ തന്നെ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ട് ജയിക്കാനായിട്ട് നോക്കുക. അല്ലാതെ ജസ്റ്റ് ജയിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും പരീക്ഷയ്ക്ക് എഴുതാമെന്നുള്ള ആ ഒരു ചിന്താഗതി ഒഴിവാക്കിയിട്ട് നന്നായിട്ട് പഠിച്ച് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ